ഇടപെടലിനെ തുടർന്ന് ശ്രദ്ധ നേടിയ യൂസർ നെയിം ഫീച്ചർ എങ്ങനെ പ്രവർത്തിക്കും എന്നതിനെക്കുറിച്ച് ഉപഭോക്താക്കളിൽ നിന്ന് ഉണ്ടാകാനിടയുള്ള ചോദ്യങ്ങൾക്കുള്ള വിശദമായ ഉത്തരങ്ങൾ പുറത്തിറക്കി മെറ്റ ഉടമസ്ഥതയിലുള്ള വാട്സാപ്പ്. ആൾമാറാട്ടം, ഓൺലൈൻ തട്ടിപ്പുകൾ, ഡിജിറ്റൽ അറസ്റ്റ് എന്നിവ വർദ്ധിക്കാൻ ഇടയാകുമെന്ന ആശങ്കകളെക്കുറിച്ച് കേന്ദ്ര സർക്കാർ വാട്സാപ്പിനോട് വിശദീകരണം തേടിയതിന് പിന്നാലെയാണിത്. യൂസർ നെയിം ഉപയോഗിക്കുക എന്നത് പൂർണ്ണമായും ഓപ്ഷണൽ ആയിരിക്കുമെന്നും അറിയപ്പെടുന്ന വ്യക്തികൾ, സർക്കാർ സ്ഥാപനങ്ങൾ, മെറ്റ വെരിഫൈഡ് അക്കൗണ്ടുകൾ എന്നിവയ്ക്കുള്ള സംരക്ഷണം ഉറപ്പു നൽകുന്നതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും മെസ്സേജിംഗ് പ്ലാറ്റ്ഫോം അവകാശപ്പെടുന്നു. വിഷയത്തിൽ സർക്കാർ കൂടിയാലോചനകൾ നടത്തുന്നത് പൂർത്തിയാകാതെ ഈ ഫീച്ചർ പുറത്തിറക്കരുതെന്ന് കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുണ്ട്. 3 ദിവസത്തിനുള്ളിൽ വ്യക്തമായ വിശദീകരണം നൽകണമെന്നും വാട്സാപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉപയോക്താക്കൾ ഒരു യൂസർ നെയിം സൃഷ്ടിക്കണമെന്ന കാര്യത്തിൽ നിർബന്ധമില്ല. നിലവിലുള്ള ഫോൺ നമ്പർ അടിസ്ഥാനമാക്കിയുള്ള അക്കൗണ്ട് ഉപയോഗിച്ച് തുടർന്നും വാട്സപ്പ് ഉപയോഗിക്കാം. ഇൻസ്റ്റഗ്രാം, ടെലഗ്രാം എന്നിവയിലേതുപോലെ യൂസർ നെയിമുകൾ മറ്റുള്ളവർക്ക് സെർച്ച് ചെയ്ത് കണ്ടെത്താൻ കഴിയില്ല. അപരിചിതർ അനാവശ്യമായി വാട്സപ്പ് വഴി ബന്ധപ്പെടാനുള്ള സാധ്യത ഇതിലൂടെ കുറയ്ക്കാൻ കഴിയും. വാട്സപ്പിൽ ഒരു ഫോൺ നമ്പർ സെർച്ച് ചെയ്യാൻ കഴിയില്ല എന്നതുപോലെ യൂസർ നെയിമും തിരയാൻ കഴിയില്ല. നിങ്ങളെ ആരെങ്കിലും അനാവശ്യമായി ബന്ധപ്പെടുന്നത് തടയാനുള്ള ഏറ്റവും നല്ല മാർഗം വാട്സപ്പിന് മാത്രമായി സവിശേഷമായ ഒരു യൂസർ നെയിം തിരഞ്ഞെടുക്കുക എന്നതാണ്. സ്വകാര്യത ഉറപ്പാക്കുന്നതിനായി വാട്സപ്പ് ഒരു ഓപ്ഷണൽ യൂസർ നെയിം കീ അവതരിപ്പിക്കും. ഉപയോക്താക്കൾക്ക് ഈ ഫീച്ചർ പ്രവർത്തനക്ഷമമാക്കാം. യൂസർ നെയിമും സെക്യൂരിറ്റി കീയും അറിയുന്ന ഒരാൾക്ക് മാത്രമേ അവരെ ബന്ധപ്പെടാൻ കഴിയൂ. യൂസർ നെയിം കീ ഏത് സമയത്തും റീസെറ്റ് ചെയ്യാനും സാധിക്കും. ഒരിക്കലും ഇടപെട്ടിട്ടില്ലാത്ത ഒരാളിൽ നിന്ന് മെസ്സേജ് ലഭിച്ചാലുടൻ വാട്സപ്പ് അധിക സുരക്ഷാ നിർദ്ദേശങ്ങൾ പ്രദർശിപ്പിക്കും. അയക്കുന്നയാളുടെ രാജ്യം, അക്കൗണ്ട് പുതുതായി സൃഷ്ടിച്ചതാണോ, സ്വീകരിക്കുന്ന വ്യക്തിയും സന്ദേശം അയക്കുന്നയാളും ഏതെങ്കിലും പൊതു ഗ്രൂപ്പുകളിലുണ്ടോ എന്നീ വിവരങ്ങൾ വാട്സപ്പ് പ്രദർശിപ്പിക്കും. അറിയപ്പെടുന്ന യൂസർ നെയിമുകളും അവയോട് സാമ്യമുള്ളവയും പ്രശസ്ത വ്യക്തികൾ, സർക്കാർ സ്ഥാപനങ്ങൾ, മെറ്റ വെരിഫൈഡ് അക്കൗണ്ടുകൾ എന്നിവയ്ക്കായി മാറ്റിവെക്കും. ആർക്കും ജനപ്രിയ യൂസർ നെയിമുകൾ റിസർവ് ചെയ്യാൻ കഴിയുമെന്ന റിപ്പോർട്ടുകൾ കമ്പനി നിഷേധിച്ചു. ഈ ഫീച്ചറിന്റെ ലോഞ്ചിന് മുമ്പ് തന്നെ യൂസർ നെയിം റിസർവേഷനുകൾ ആരംഭിച്ചുവെന്ന് വാട്സപ്പ് പറയുന്നു. ഈ വർഷം അവസാനം ലോകമെമ്പാടും പുറത്തിറക്കുന്നതിന് മുമ്പ് പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായം ആരായുന്നതിന്റെ ഭാഗമായാണ് ഇതെന്നും വിശദീകരണം നൽകി. വാട്സപ്പിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ചെയ്യുകയും സെറ്റിംഗ്സിൽ ചെന്ന് അക്കൗണ്ട്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് അതിൽ യൂസർ നെയിം ക്ലിക്ക് ചെയ്താൽ ഇതിലെ ഏറ്റവും പുതിയ അപ്ഡേഷൻ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകുന്നതുമാണ്.